ശുഭപുളിനം നന്ദസുതാവര തവ ജനനം വൃന്ദാവന ശുഭപുളിനം നന്ദസുതാവര തവ ജനനം വൃന്ദാവന ശുഭപുളിനം గరి సరి సరి మ పని సా పని సరి సని పసా അരയാലിൻ കൊമ്പത്ത് നീരുന്നു അരയോളം വെള്ളത്തിൽ ഗോപികമാർ ആടുകൾക്കായവർ കൈകൾ നീട്ടി ആറ്റിലെ ഓളങ്ങൾ ചിരി തൂകി നന്ദസുതാവര തവ ജനനം വൃന്ദാവന ശുഭപുളിനം ചിന്തകളിൽ തേൻകിനിയും കാവ്യം എന്തൊരാലോചനാമൃത കാവ്യം നന്ദസുതാവര തവ ജനനം വൃന്ദാവന ശുഭപുളിനം വിരഹിണി രാധിക തേടിയലഞ്ഞു വനമാലി നിന്നെ വിരഹിണി രാധിക തേടിയലഞ്ഞു വനമാലി നിന്നെ യമുനയിലേതോ വേദനയൊഴുകി യാമിനി ഒരു മിഴിനീർക്കണമായി നന്ദസുതാവര തവ ജനനം വൃന്ദാവന ശുഭപുളിനം ചിന്തകളിൽ തേൻകിനിയും കാവ്യം എന്തൊരാലോചനാമൃത കാവ്യം നന്ദസുതാവര തവ ജനനം വൃന്ദാവന ശുഭപുളിനം മനോഹരം. Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. സ്നേഹ, എന്തായാലും ഞാൻ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാ. ഇത് അമ്മയുടെ സാരി അല്ല അല്ല, അവൾ ആൻസർ ആയിട്ട് പ്രിപ്പയർഡ് ആണ്. ഓക്കെ, ചോദിക്കാം ചേച്ചി. മുത്തേ ചക്കരേ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാ പാടിയത്. ആഹാ, സൂപ്പർ മോളെ. നല്ല സെലക്ഷൻ, നല്ല മനോഹരമായിട്ട് പാടി. മോളുടെ വോയിസ് അല്ലെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആ ശബ്ദത്തില് ഈ പാട്ട് കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. അവിടെ ഇവിടെ കുഞ്ഞു കുഞ്ഞ് ശ്രുതി ഒരുപാട് വലിയ പ്രശ്നമല്ല, ചെറിയ ചെറിയൊരു പെർഫെക്ഷൻസ് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ മനോഹരമായി പാടി. യു ലുക്ക് വെരി ബ്യൂട്ടിഫുൾ. നല്ല സുന്ദരിയായി നിന്ന് സുന്ദരമായി പാടി. മറ്റൊന്നും പറയാനില്ല മോളെ. എല്ലാവിധ അനുഗ്രഹങ്ങളും. ഗോഡ് ബ്ലെസ്. ചേച്ചി.
MG sir. സ്നേഹ, സർ. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ളൊരു പാട്ട്, വാണിയമ്മ പാടിയൊരു പാട്ടാണ്. വൃന്ദാവന എന്നുള്ള ആ വരി എത്ര ടൈപ്പ് ഓഫ് സംഗതികളുണ്ട്. വൃന്ദാവന വൃന്ദാവന അവിടെ വേറെ 3-4 ഉണ്ടോ? രണ്ടല്ല. പാടി കാണിക്കാമോ? ഒന്ന് പാടൂ. വൃന്ദാവന വൃന്ദാവന. അവിടെ ഒരു കട്ട് പീസ് വരരുത്. വൃന്ദാവന. വൃന്ദാവന. അടുത്തത് വൃന്ദാവന. 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 പിന്നെ പിന്നെ ഷഡ്ജത്തിൽ പോകുന്നുണ്ട്. വൃന്ദ അത് പോകുന്നുണ്ടോ? ഇല്ല സർ. അങ്ങനെ ഒന്ന് പാടാൻ പറ്റുമോ? വൃന്ദാവന അങ്ങനെ പറ്റുമോ? സോങ്ങിലില്ല. ഇല്ല, ഇല്ല, ഞാൻ ചോദിച്ചതാണ്. വേണം, ഞാൻ try ചെയ്യാം. നല്ലൊരു പാട്ടുകാരിയല്ലേ, ചോദിച്ചതാണ്. സ്പീഡി വാ. വൃന്ദാവന. വെരി ഗുഡ്. ചോദിച്ചെന്നേ ഉള്ളൂ, പറ്റുമോന്നറിയാൻ. കൊള്ളാം, നന്നായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ ചെറിയ സംഭവങ്ങൾ, ഈ ഗോപികമാർ എന്നുള്ള സ്ഥലം, പിന്നെ ഈ തുടങ്ങുന്നുണ്ടല്ലോ താനിന താനിന, അത് കൃത്യമായിട്ട് തുടങ്ങി. അതെ, അവിടെ ആട്ടം വേണ്ട, ചിലയിടത്തൊക്കെ ഒന്ന് ആടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഈ യമുനയിലേതോ ആ ഗ്ലൈഡ്, അതെ, തേടി എന്ന് പറഞ്ഞാൽ തേടിയ പോലെ തോന്നട്ടെ. ആ പിന്നെ ഇപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ട്. നേരത്തെ ഒരു സംശയം തോന്നിക്ക് എനിക്ക്, കാരണം ആ നോട്ട്സിന്റെ ഒരു കറക്റ്റ് ക്ലാരിറ്റിക്ക് ഒരു സംശയം തോന്നി. പക്ഷെ ടോട്ടലി വളരെ മനോഹരമായിട്ട് പാടി. അടിപൊളി യുണീക്ക് ആയിട്ടുള്ളൊരു ശബ്ദമാണ് കേട്ടോ. ദൈവം അനുഗ്രഹിച്ചെന്നൊരു ശബ്ദമാണ്. അതായത് ആരെയും അനുകരിക്കാത്ത ഒരു ശബ്ദം, എന്നാൽ ആരുടെയൊക്കെ ഒരു ശബ്ദത്തിന്റെ ഒരു ഛായ, ഒരു ടിൻറ്റുണ്ട്. അതൊരു മഹാഭാഗ്യമാണ്. നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വോയിസ്, നന്നായിട്ട് പാടാൻ കഴിവുള്ളൊരു കുട്ടി. ഞാനിപ്പോൾ വെറുതെ വൃന്ദാവനം എന്ന് ചോദിച്ചതാണ്. അത് ഇത്രയും നിമിഷം കൊണ്ട് പാടിയല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്, നന്നായിട്ട് പാടിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. Thank you sir. ശരത് sir. ചക്കരെ, നല്ല സുന്ദരം പാട്ട്, നന്നായിട്ട് പാടി സ്നേഹ. പക്ഷെ എനിക്ക് സ്നേഹ മുമ്പ് പാടുന്ന അത്രയ്ക്ക് ഒരു സുഖം തോന്നിയില്ല. ഉള്ള സത്യം പറയാമല്ലോ, കുറേയും കൂടെ പെർഫെക്റ്റ് ശ്രുതി പക്കായിട്ട് ചേർത്ത് പാടുന്ന ഒരാളാണ് സ്നേഹ. അക്കാര്യത്തിൽ ഞാൻ തൃപ്തനല്ല കേട്ടോ. പക്ഷെ ഉഗ്രമായിട്ട് പാടി. ഇപ്പൊ അണ്ണൻ പറഞ്ഞപ്പോഴും അതുടനെ പിടിച്ചിട്ട് വേറെ വഴിക്കൊന്നും പോകാൻ നേരെ പോയി ഇറങ്ങി വന്നില്ലേ, അത് വലിയ കാര്യമാണ്. ഏറ്റവും വലിയ സ്വർണ്ണ പതക്കം എന്താ അറിയോ സർ? സ്വർണ്ണലത അമ്മയുടെ ശബ്ദം കിട്ടിയത്. സ്വർണ്ണലത ഇപ്പൊ ഇല്ല, നല്ല ഒരു ഡിഫറെന്റ് വോയിസ് ഉള്ള ഒരു പാവമായിരുന്നു സ്വർണ്ണലത. കാര്യം സ്വർണ്ണലതയായിട്ടും അതുപോലെ സ്വർണ്ണലത ഫാമിലി ആയിട്ടൊക്കെ ഞങ്ങൾക്ക് വലിയ അടുപ്പമുണ്ടായിരുന്നു. പാവം പോട്ടെ, നന്നായിട്ട് പാടി സ്നേഹേ. ഈ ശ്രുതിയുടെ കാര്യം ഒന്ന് നോക്കിക്കൊള്ളാം, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ അരയോളം വെള്ളത്തിൽ ഗോപികമാർ പറഞ്ഞാക്കിയതിനെ ഗോപികമാരെ വെള്ളത്തിൽ മുക്കി കൊന്നോ? അല്ല, എന്തായിരുന്നു അത്? അങ്ങനെ ഒരു ആക്ഷൻ കണ്ടു, എന്തായിരുന്നു അത്? അതിനാരെങ്കിലും മുക്കി കൊല്ലണോ നിനക്ക്? പിന്നെ അതൊന്ന് പാടിയേ, ആ ഒരു ലൈൻ ഒന്ന് പാടി. ഇപ്രാവശ്യം ആരാ മരിക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഒരമുക്കായിരുന്നു. അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഒന്നാ സ്ത്രീകളല്ലേ ഗോപികമാർ, ഞാൻ ഒരിക്കലും അത് അനുവദിച്ച് തരത്തില്ല. അത്രേ ഉള്ളൂ. എന്തൊക്കെയാലും നന്നായിട്ട് പാടി. താങ്ക് യു. സ്നേഹ, നന്നായിട്ട് പാടി സ്നേഹ. ഐ ആം പ്രൗഡ് ഓഫ് യു. ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മള് സ്നേഹയുടെ വോയിസിൽ
ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയുടെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അതിപ്പം സ്നേഹ അസലായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്നേഹ താങ്ക് യു സർ. ഇപ്പൊ സ്നേഹയുടെ ശരിക്കുള്ള വോയിസ് ഇങ്ങനെ ആ ഫ്രീക്വൻസി താണ്ടിയിട്ട് മുന്നോട്ട് വരാൻ തുടങ്ങി. അവിടെ വെരി ഗുഡ് ജോബ് ആ ഒരു കാര്യത്തിൽ. താങ്ക് യു സർ. ബാക്കി കാര്യങ്ങളൊക്കെ ഇവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞല്ലോ. അപ്പൊ എന്തായാലും ഐ എം പ്രൗഡ് ഓഫ് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നല്ല മാർക്സ് കിട്ടട്ടെ. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. MG സാർ. MD രാജേന്ദ്രൻ, അദ്ദേഹം എൻ്റെ ചേട്ടൻ്റെ വളരെ അടുത്തൊരു ദോസ്തും എന്നെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തി കൂടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഞാൻ മിക്കവാറും പാടാറുണ്ട്. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. അതായത് ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള വരി. 9.2. താങ്ക് യു സർ. ശരത് സർ. 9.1. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി. സ്നേഹയുടെ മാർക്സ് ഗാനക്കൂടത്തിൽ. ഓക്കെ, സോ ടോട്ടൽ 18.3. സൂപ്പർ.